ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിസ്റ്റീസ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ കൺഫ്യൂഷനിൽ നിൽക്കുന്നവർ അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതുപോലെ കുറച്ച് ടിപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാമേ, ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഇതിൽ ശരിക്കും ഒരു പാഷൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചാനൽ തുടങ്ങാം കേട്ടോ. പക്ഷേ ജസ്റ്റ് ബാക്കിയുള്ള ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു ഫെയിം, അതുപോലെ പൈസ, വരുമാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നോക്കി പോകുന്നതെങ്കിൽ അതിലൊരു നിലനിൽപ്പ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. കാരണം ഇതിന്നല്ല, മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ സ്കോപ്പ് നോക്കി പോയാൽ ഒരു കോപ്പും കിട്ടത്തില്ല. പക്ഷെ നമ്മൾ ശരിക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ശരിക്കും ഒരു പാഷൻ, ഒരു താല്പര്യം അതിനോടുണ്ടെങ്കിൽ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബെനിഫിറ്റ് ഒരു ദിവസം ഉണ്ടാകും. അപ്പൊ അതുപോലെ തന്നെയാണ് യൂട്യൂബ് ചാനൽ കേട്ടോ. നമുക്ക് പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത് എന്നതാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ചാനലിന് ഒരു യൂണിക് ആയിട്ടുള്ള ഒരു നെയിം ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. യൂണിക് നെയിം എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഇപ്പോൾ പേര്, ഇപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ നിങ്ങളോട് പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. എൻ്റെ ഒഫീഷ്യൽ നെയിം ക്രിസ്റ്റീന എന്നാണെങ്കിൽ കൂടി എൻ്റെ വീട്ടിൽ വിളിക്കുന്ന മിന്നു എന്നാണ്. അപ്പോൾ എൻ്റെ ആദ്യം ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പം എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിലേക്ക് മിന്നൂസ് വ്ലോഗ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് കിടന്നിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനുമാണ് നോക്കുമ്പോൾ നമ്മുടെ മിന്നൂസ് വ്ലോഗ് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡസൻ ഇങ്ങോട്ട് വരും. ആ ഒരു നെയിമിൽ ഒരുപാട് ചാനലുകൾ വരും. അതിൽ നിന്ന് എൻ്റെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാ. അപ്പം അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മൾ യൂണിക് ആയിട്ടുള്ള നെയിംസ് എപ്പോഴും ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു പേര് കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിക്കുന്ന പേര് എന്താണോ അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അതൊന്ന് സെർച്ച് ചെയ്യുക. യൂട്യൂബിൽ പോയി ആ ഒരു പേര് സെർച്ച് ചെയ്യുക. അപ്പം എൻ്റെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു മിന്നൂസ് വ്ലോഗ് എന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം നിങ്ങളുടെ ആണെങ്കിൽ ഇപ്പം വട്ടവർ എന്താണോ ആ ഒരു പേര്, ഇപ്പം മാജിക് വേൾഡ് എന്നാണോ അല്ലെങ്കിൽ മൈ ടേസ്റ്റി വേൾഡോ എന്നതാണെങ്കിലും അതൊന്ന് ജസ്റ്റ് പോയി യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പം നിങ്ങളുടെ ആ ഒരു പേരിനോട് സാമ്യമുള്ള മറ്റു ഒരുപാട് പേരുകൾ കാണുവാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നിങ്ങളുടെ പേര് വരേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ പേര് സെർച്ച് ചെയ്യുമ്പം അതിൽ നിന്ന് മാറി വേറെ വീഡിയോസ് അല്ലെങ്കിൽ വേറെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അവർക്ക് നിങ്ങളെ പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയെന്നും വരില്ല. അപ്പോൾ യൂണിക് ആയിട്ടുള്ള നെയിം ഫൈൻഡ് ഔട്ട് ചെയ്താൽ മാത്രം പോരാ, എങ്കിലും അവിടെ ഒരു പ്രശ്നമുണ്ട്. അതെന്താണെന്നറിയാവോ? അങ്ങനെ ഞാൻ ആദ്യം മിന്നൂസ് വ്ലോഗ് എന്ന് എൻ്റെ ചാനലിന് പേരിട്ടെങ്കിലും ഞാൻ ആ പേര് മാറ്റി ഞാൻ ഒരു യൂണിക് ആയിട്ടുള്ള ഒരു നെയിം ഫൈൻഡ് ഔട്ട് ചെയ്തു. അത് ചാപ്റ്റേഴ്സ് ഓഫ് മൈ ഹാൻഡ് ബുക്ക് എന്നായിരുന്നു കേട്ടോ. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് യൂണിക് ആയിരുന്നു, പക്ഷെ എല്ലാവർക്കും അതിലേക്ക് എത്തിപ്പെടും. കാരണം ആ ഒരു പേര് കുറച്ച് ലെങ്തിയും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാവർക്കും അത് കിട്ടിയെന്ന് വരില്ല. അപ്പൊ യൂണിക് നെയിം ആയിട്ട് മാത്രം കാര്യമില്ല, നമ്മൾ സെലക്ട് ചെയ്യുന്ന പേര് എന്താണോ അത് കുറച്ചുകൂടി മറ്റുള്ളവർക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അവർക്ക് ടൈപ്പ് ചെയ്യാനും മെമ്മറൈസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു നെയിം ആയിരിക്കണം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇപ്പം ക്രിസ്റ്റീസ് വ്ലോഗ്, എൻ്റെ പേര് ക്രിസ്റ്റീന ആയതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ഓർത്തെടുക്കാനും എളുപ്പമുണ്ടല്ലോ. അപ്പോൾ പേര് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഈ ക്രിസ്റ്റീസ് വ്ലോഗ് എന്ന് പറയുമ്പോഴും നമുക്ക് ഒരുപാട് യൂട്യൂബിൽ വരും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റീസ് എന്നുള്ളതിന് എസിന്റെ സ്ഥാനത്ത് ഇസഡ് ആണ് ആഡ് ചെയ്തേക്കുന്നത്. മറ്റുള്ളവരോടാണെങ്കിൽ ഞാൻ പ്രത്യേകം പറയും ചാനലിന്റെ പേര് ഇസഡ് ആണ് വരുന്നത്. അപ്പോൾ അവർക്ക് സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു യൂട്യൂബ് ചാനലിന് നെയിം ഇടുമ്പോൾ നമ്മുടെ യൂണിക് ആയിട്ടുള്ള നെയിം ആയിരിക്കണം. വളരെ ഈസി ആയിട്ട് മറ്റവർക്ക് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഒരു പേരിടൽ ചടങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി യൂട്യൂബ് ചാനലിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അറിയണ്ടേ? വളരെ ചുരുക്കി പറയുവാണെങ്കിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഷോർട്സ് വഴി അല്ലെങ്കിൽ വീഡിയോസ് വഴി നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്ററൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഷോർട്സ് വഴിയാണെങ്കിൽ എങ്ങനെയാണെന്നും വീഡിയോസ് വഴി എങ്ങനെയാണെന്നുമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ വീഡിയോസ് വഴി എങ്ങനെയാണ് നമ്മുടെ ഒരു ചാനൽ മോണിറ്ററൈസ് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് പറയുന്നത്. യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ത്രൂ ആണെങ്കിൽ യൂട്യൂബിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പലർക്കും ഈ വാച്ച് അവർ എന്താണ് എന്നതൊരു കൺഫ്യൂഷൻ തന്നെയാണ്. ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മുടെ ഒരു 5 മിനിറ്റുള്ള വീഡിയോ ഒരു 10 പേര് കണ്ടു എന്നിരിക്കട്ടെ. അപ്പം ടോട്ടൽ ഒരു 50 മിനിറ്റ് ആയി. ഒരു 5 മിനിറ്റിന്റെ വീഡിയോ ഒരു 10 പേര് കണ്ടാലും ആ ഒരു ഫുൾ 5 മിനിറ്റ് അവർ കാണണമെന്നില്ല അല്ലെ. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ചിലർ 2 മിനിറ്റ് ഒക്കെ കാണുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഓരോ മിനിറ്റും ഓരോ സമയവും കൂട്ടി 4000 അവേഴ്സ് 4000 വാച്ച് അവർ ആവണം എന്നുള്ളതാണ് യൂട്യൂബ് പറയുന്നത്. അതിന്റെ ഒപ്പം 1000 സബ്സ്ക്രൈബേഴ്സും വേണം. അപ്പം 4000 വാച്ച് അവർ ആകുമ്പോൾ എന്നാണല്ലോ ഓട്ടോമാറ്റിക്കലി 1000 അല്ലാതെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എന്നാണ്
എന്തായാലും ഉണ്ടാവും കേട്ടോ. ഈ അടുത്തത് നമുക്ക് ഷോർട്സ് വഴി നമ്മുടെ ചാനലിനെ മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഷോർട്സ് വഴിയാണെങ്കിൽ നമുക്ക് 10 മില്യൺ വ്യൂവേഴ്സ് നമ്മുടെ ഷോർട്സിന് ഉണ്ടായിരിക്കണം എന്നാണ്. ചിലർക്ക് വീഡിയോസിനേക്കാളും ഷോർട്സ് ആയിരിക്കും കുറച്ചുകൂടി സാധിക്കുന്നത്. കാരണം 3 മിനിറ്റ് വരെ ഷോർട്സ് കയറി പോവുകയും ചെയ്യും. അപ്പം 3 മിനിറ്റ്സിൽ കൂടുതലായിട്ടൊരു കണ്ടന്റ് തപ്പിയെടുക്കുക അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഷോർട്സ് ആകുമ്പോഴത്തേനും കുറച്ച് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയെന്ന് വരും. ഷോർട്സ് ത്രൂ ആണ് നിങ്ങൾ മോണിറ്റൈസ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് വരുന്ന വാച്ച് അവർ അല്ല, മറിച്ച് വ്യൂവേഴ്സ് ആണ്. 10 മില്യൺ വ്യൂവേഴ്സ് ആണ് യൂട്യൂബ് ആവശ്യപ്പെടുന്നത്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഈ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വേണ്ടത് 365 ഡേയ്സ്, അതായത് ഒരു വർഷത്തിനുള്ളിലായിരിക്കണം. അത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഈ 10 മില്യൺ ഷോർട്ട് വ്യൂവേഴ്സ് എന്ന് പറയുന്നത് 90 ഡേയ്സിനുള്ളിലായിരിക്കണം, അതായത് 3 മാസത്തിനുള്ളിലായിരിക്കണം. ഈ 2 കണ്ടീഷൻസ് ആണ് യൂട്യൂബ് നമ്മളോട് എലിജിബിലിറ്റിക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങൾ. അപ്പം ഈ ഒരു 2 കണ്ടീഷൻസ് നമുക്ക് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ചാനൽ മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല, നമ്മളത് വീണ്ടും ഒരുപാട് പേരിലേക്ക് ചാനൽ എത്തുകയും കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്താലേ മോണിറ്റൈസ് ചെയ്തുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവത്തുള്ളൂ കേട്ടോ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് ഇറങ്ങിത്തിരിക്കാവുള്ളൂ. എല്ലാവരും തുടങ്ങുന്നുള്ളത് ഞാനും ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാം, പൈസ കിട്ടിയാലോ അന്നുള്ള ഇതിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടണമെന്നില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, നമ്മൾ ഇഷ്ടമുള്ള കാര്യമാണ്, നമ്മളെ പറ്റുന്ന പോലെയൊക്കെ തന്നെ അതെങ്ങനെയൊക്കെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോട്ടോ. ഒരാളെ യൂട്യൂബിലേക്ക് ഇറങ്ങി തിരിച്ച ഉടനെ അയാൾക്ക് 1 വർഷത്തിനുള്ളിലോ 2 വർഷത്തിനുള്ളിലോ ചിലപ്പോൾ 3 വർഷത്തിനുള്ളിലൊന്നും അവർക്ക് സെറ്റാകാൻ പറ്റിയെന്ന് വരില്ല. അതിനുവേണ്ടി കുറച്ച് മെനക്കെടേണ്ടി വരും. പക്ഷെ ശരിക്കും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, നമുക്കതിന്ന് സെറ്റാക്കാനും പറ്റും. അപ്പം ഞാനിത് പറയാൻ കാരണം, ഞാനാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു 4 വർഷത്തോളാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. വളരെ വാച്ചവറിൻ്റെ സ്ഥാനത്ത് എനിക്ക് അതിലും കൂടുതൽ വാച്ചവറൊക്കെ ആയിരുന്നു. പക്ഷേ 3 പിള്ളേരുണ്ട്, അതുപോലെ എനിക്ക് ഹെൽത്ത് കെയർ പ്രൊഫഷണലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ജോലിയും കാര്യങ്ങളും എല്ലാ കാര്യത്തിനും ഇടയിൽ പിന്നെ ഒത്തിരി നാളത്തെ ഗ്യാപ്പ് വരും, പിന്നെയും ഞാൻ റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ എനിക്കതൊരു എന്നാ പറയുക, ആ പറഞ്ഞ 365 ഡേയ്സിനുള്ളിൽ എനിക്ക് ആ ഒരു കാര്യം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ചാനൽ ഇതുവരെ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്കിഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയുള്ള സമയം കണ്ടെത്തും, ഞാൻ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യും, നമ്മൾ അതുമായിട്ട് മുമ്പോട്ട്. ഈവൻ ഈ ഒരു വീഡിയോ തന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു 12 മണി രാത്രിയിലായിട്ടുണ്ട് കേട്ടോ. പിള്ളേരൊക്കെ ഉറക്കിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഇഷ്ടമാണ്, എനിക്ക് ഇത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിൽ സന്തോഷം തരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ആരും ഇങ്ങനെ പുറകെ നടന്ന് ചെയ്യുന്നു പറയാൻ ആരും ഉണ്ടാവില്ല, നമ്മൾ തന്നെയുള്ളൂ. അപ്പം നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യണം, നമുക്ക് സ്വന്തമായിട്ട് അത്ര ഇഷ്ടം അതിനോട് വേണം. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിടുക. നിങ്ങളുടെ ജോലി തിരക്കിനിടയിലാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളുടെ ഇടയിലാണെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെ ബിസി ആണെങ്കിലും നിങ്ങൾക്ക് ആഴ്ചയിൽ 1-2 വീഡിയോസ് മതി. അത്രയെങ്കിലും നിങ്ങൾക്ക് ഇട്ട് തുടങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് 1 വർഷം ആയിക്കോട്ടെ, 2 വർഷം ആയിക്കോട്ടെ, 3 വർഷം ആയിക്കോട്ടെ, ചിലപ്പോൾ 4ാമത്തെ വർഷമായിരിക്കും നിങ്ങൾക്ക് അത് ക്ലിക്കായി വരും. 1 വർഷം കഴിഞ്ഞാണ് നമുക്ക് ഒന്ന് ശരിക്കും ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നെങ്കിലും നമ്മൾ അത്രയും നാൾ ഇടുന്ന വീഡിയോസ് വെച്ചും അല്ലെങ്കിൽ അത്രയും നാൾ ഇടുന്ന കണ്ടന്റ്സ് വെച്ചും അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ ഒക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇഷ്ടത്തോടെയാണ് യൂട്യൂബിലേക്ക് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ചെയ്തു തുടങ്ങുക. ഇന്നലെ നാളെ നിങ്ങൾക്ക് അതിലൊരു വഴി തെളിഞ്ഞു വരും, ഉറപ്പാണ്. ഇനി ഇതൊന്നും അല്ലാണ്ട് തന്നെ യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് ഇട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ സാധനങ്ങളാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത്, ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, എന്നാലേ അടുത്ത വീഡിയോ കിട്ടത്തുള്ളൂ. യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഞാൻ ഈ പറഞ്ഞതിലോ അല്ലാതെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കത്തില്ലല്ലോ. അതുപോലെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാർ നിങ്ങളുടെ ചുറ്റുമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.